ഇത് നോക്കി ഇൻസ്റ്റയിൽ ഒരാൾ പോസ്റ്റ് ചെയ്തേക്കുന്നേ 40 വയസ്സിൽ റിട്ടയർ ആയി പോലും. എന്നിട്ട് പുള്ളി ബാലിയിലൊക്കെ പോയി കരിക്കൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇട്ടേക്കുന്നു. മനുഷ്യനാണ് ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലാത്തതുകൊണ്ട് കടം വാങ്ങിച്ചിട്ടിരിക്കുക. അപ്പോളാ എടി ഞാനും ഇതുപോലെ ഏർലി റിട്ടയർമെന്റ് എന്നൊക്കെ കേൾക്കുമ്പോഴല്ലോ പെട്ടെന്ന് ബാങ്ക് ബാലൻസ് എടുത്ത് നോക്കും, പിന്നെ അങ്ങ് മാറി കിട്ടും. എടി നമ്മളൊക്കെ എന്തെങ്കിലും റിട്ടയർ ആവോടി? എനിക്ക് നേരത്തെ ഒന്നും വേണ്ട. എനിക്ക് തോന്നുന്നു നമ്മുടെ പോക്ക് ഇങ്ങനെയൊക്കെയാ പോകുന്നെങ്കിലുണ്ടല്ലോ നമ്മളൊരു 75 വയസ്സ് വരെയെങ്കിലും പണിയെടുക്കേണ്ടി വരും. എടി എനിക്കൊരു 20 വർഷത്തിൽ ഒരു 50 ലക്ഷം രൂപ കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ കാലത്തൊന്നും സമ്പാദനത്തോട് ജീവിക്കാൻ പറ്റില്ലെന്നേ. ഇത് നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. 50 ലക്ഷം കൊണ്ട് നിങ്ങൾക്ക് പണക്കാരനാകാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല, പക്ഷെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ലഭിക്കും. പിന്നെ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സാലറി വെച്ചാണെങ്കിലും നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്ലാൻ വേണോ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നിങ്ങളുടെ സ്ഥിര വരുമാനം വെച്ച് നമുക്കൊരു 50 ലക്ഷം നേടാം എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഞാൻ നിങ്ങൾക്ക് ഇതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ 2 കേസ് നമുക്ക് കണക്കാക്കുന്നതിനായിട്ട്. ആദ്യത്തെ നമുക്ക് 5 വർഷത്തിനുള്ളിൽ ഒരു കാറ് വാങ്ങണം. അപ്പോൾ ഇത് നമ്മൾ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാറിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത് 12 ലക്ഷം രൂപയാണ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ കാറിൻ്റെ വില 5 വർഷത്തിൽ 50% കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു 18 ലക്ഷം രൂപ ലക്ഷ്യം വെക്കാം. സോ ഈ ഒരു ലക്ഷ്യം നേടാനായിട്ട് നമ്മൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. അതായത് റിസ്ക് കുറഞ്ഞതും അതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് ഇവിടെ നോക്കാം. ലൈക്ക് ഇപ്പം റെക്കറന്റ് ഡിപ്പോസിറ്റ്സ്, മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ബോണ്ട്സ് ഒക്കെ നമുക്ക് ഇതിനായിട്ട് നോക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ ഒരു 20 മുതൽ 30 വർഷം കഴിഞ്ഞിട്ടാണെന്നാണെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അപ്രോച്ച് ആവില്ല നമ്മളിവിടെ എടുക്കുന്നത്. ഇനിയിപ്പം അടുത്തൊരു കേസ് നമ്മൾ പറയുകയാണെങ്കിൽ 20 വർഷത്തിൽ റിട്ടയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യാണ്. ഇപ്പോൾ റിട്ടയർമെന്റ് പ്ലാനിങ്ങിൻ്റെ ഒരു ബേസിക് തമ്പ് റൂൾ പറയുന്നത് ആനുവൽ എക്സ്പെൻസിൻ്റെ ഒരു 20 മുതൽ 25 മടങ്ങ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് 1 ലക്ഷം രൂപയാണെങ്കിൽ ഒരു 20 വർഷത്തിൽ നിങ്ങൾക്ക് 2,40,00,000 മുതൽ 3 കോടി നിങ്ങൾക്ക് വേണ്ടി വരും. അതായത് തുടക്കകാലത്ത് കൂടുതൽ റിസ്ക് എടുത്തുകൊണ്ട് ഹൈ റിട്ടേൺ ഓപ്ഷൻസ് ആയ ഇക്വിറ്റിയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അത് പതുക്കെ പതുക്കെ സേഫ് അസറ്റ്സിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റും ടൈം ഹൊറിസോണും അത് രണ്ടും ഒന്നിച്ചങ്ങ് പൊക്കോളും. അപ്പോൾ ഇവിടെ 2 കേസിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇതെല്ലാം ഇന്നത്തെ വിലയിലാണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത് അല്ലേ? പക്ഷേ റിയാലിറ്റി അങ്ങനെയാണോ? ബൈ ടൈം എല്ലാത്തിൻ്റെ കോസ്റ്റ് കൂടും ഇല്ലേ? അതുപോലെ തന്നെ എന്താണ് പണത്തിന്റെ പർച്ചേസിംഗ് പവർ പതുക്കെ പതുക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇൻഫ്ലേഷൻ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഒരു 50 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വലിയ സംഭവമായിട്ട് തോന്നും. പക്ഷേ ഇവിടെ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണ്? 20 വർഷം കഴിയുമ്പം ഈ 50 ലക്ഷത്തിന് മൂല്യം എന്താണെന്നുള്ളത്. ഇപ്പോൾ പണപ്പെരുപ്പം പണത്തിന്റെ മൂല്യം കുറയ്ക്കും. അതായത് ഇന്നിപ്പോൾ 50 ലക്ഷം രൂപയുടെ പർച്ചേസിംഗ് പവർ നാളെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഹിസ്റ്റോറിക്കലി നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നത് ആനുവലി ഏകദേശം 7%. സോ ഇന്നിപ്പം 50 ലക്ഷം രൂപ 7% ഇൻഫ്ലേഷൻ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ 20 വർഷം കഴിയുമ്പം നിങ്ങളുടെ കയ്യിൽ 2 കോടി രൂപ ഉണ്ടെങ്കിൽ 50 ലക്ഷത്തിന് സെയിം പർച്ചേസിംഗ് പവർ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പം 50 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമുക്കൊരു വലിയ തുകയായിട്ട് തോന്നും അല്ലേ? പക്ഷേ ഒരു 20 വർഷം കഴിയുമ്പോൾ ഇന്നിപ്പം എന്താണ് ഒരു 12 മുതൽ 15 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മാത്രമേ നമുക്ക് അന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു ലോങ് ടേം ഫൈനാൻഷ്യൽ പ്ലാൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഇൻഫ്ലേഷൻ കൂടി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ 50 ലക്ഷം കോർപ്പസ് തന്നെയാവും നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് അതിലേക്ക് എത്താം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ പണം സേവ് ചെയ്യാനും അതുപോലെ വളർത്താനായിട്ട് കുറച്ച് വഴികളുണ്ട്. പക്ഷെ ഇവിടെ ശരിയായിട്ടുള്ള ചോയ്സിന് കുറച്ച് മെയിൻ കാര്യങ്ങൾ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതായത് എത്രത്തോളം റിസ്ക് നിങ്ങൾക്ക് എടുക്കാം, നിങ്ങളുടെ ടാക്സ് പ്ലാനിങ്, അതുപോലെ എത്ര സ്റ്റേബിൾ ആണ് നിങ്ങളുടെ ഇൻകം. അപ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെ നോക്കാം. അതാണ് മ്യൂച്വൽ ഫണ്ട്സ്. ഇപ്പോൾ ബിഗിനേഴ്സിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ പല ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് എന്താണ് പണം കളക്ട് ചെയ്യും. എന്നിട്ട് ഫണ്ടിന്റെ ടൈപ്പ് അനുസരിച്ച് അത് സ്റ്റോക്സിലേക്കും ബോണ്ട്സിലേക്കും അല്ലെങ്കിൽ അത് ഇതിൻ്റെയൊക്കെ ഒരു മിക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ റിസ്ക് അനുസരിച്ച് പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഇക്വിറ്റി ഫണ്ട് കാറ്റഗറിയുടെ ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വേണോ? എന്നാൽ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ലാർജ്, മിഡ്, അതുപോലെ സ്മോൾ ക്യാപ് കമ്പനിയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഇവിടെ അലോക്കേഷൻ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ റിട്ടേൺ ഇവിടെ ഏകദേശം വരുന്നത് ഒരു 13% പെർ ഇയർ ഉണ്ടാവും. ഇനി നിങ്ങൾ ഹൈ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ ക്യാപ് ഫണ്ട്സ് നോക്കാം. അപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ട്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് സ്മോൾ കമ്പനികളിലേക്കാണ്, അതായത് പെട്ടെന്ന് വളരുന്ന ചെറിയ കമ്പനികളാണിത്. ഇപ്പോൾ ഒരു 15%-അധികമൊക്കെ നമുക്ക് ഈ ഒരു ഫണ്ട് നൽകാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ ഈ ഒരു ഫണ്ടിനൊക്കെ ഒരുപാട് വോളറ്റൈൽ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ആണ് നോക്കുന്നതെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ലാർജ് ക്യാപ് ഫണ്ട്സ് നോക്കാം. അപ്പോൾ ലാർജ് ക്യാപ് ഫണ്ട്സ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വലിയ കമ്പനികളിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഏകദേശം ഒരു 12% റിട്ടേൺസ് നമുക്ക് ലഭിക്കും. സോ ഓവറോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഒരു ബേസ് ലൈൻ റിട്ടേൺ എന്ന് പറയുന്നത് 12% എന്നുള്ളത്.
ഇനി നിങ്ങൾക്ക് അധികം റിസ്ക് എടുക്കാൻ വേണ്ടി താല്പര്യമില്ലാത്ത ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ ബോൺസ്, അതുപോലെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലേക്കൊക്കെ. ഇപ്പോൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ എന്താണ് റിസ്ക് കുറവാണ്. അതുപോലെ ടിപ്പിക്കലി ഒരു 5 മുതൽ 7% ഒക്കെ റിട്ടേൺസ് നൽകും. ഇനി അടുത്ത് നിങ്ങൾക്ക് നോക്കാവുന്ന ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അപ്പോൾ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ നമുക്ക് ഇക്വിറ്റി അതുപോലെ ഡെറ്റ് രണ്ടിലേക്ക് നമുക്ക് എക്സ്പോഷർ ലഭിക്കും. അപ്പോൾ നമുക്കിവിടെ പലതരത്തിലുള്ള ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അതായത് നമുക്ക് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു 70 മുതൽ 80% ഇക്വിറ്റിയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്സ് ആണ്. അപ്പോൾ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്സിൽ ഒരു 20 മുതൽ 25% ഇക്വിറ്റിയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഗ്രോത്ത് വേണം, പക്ഷെ റിസ്ക്കും വോളറ്റിലിറ്റി ലിമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണിത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇപ്പോൾ ആക്ച്വൽ ഔട്ട്കം എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സ് ആശ്രയിച്ചിരിക്കും. ലൈക്ക് ഇപ്പോൾ മാർക്കറ്റ്, നമ്മൾ എടുക്കുന്ന ഫണ്ട്, അതുപോലെ എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് മ്യൂച്വൽ ഫണ്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ആക്ച്വലി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെയാണ് SIP വരുന്നത്, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഇപ്പോൾ SIP വഴി നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് റെഗുലർ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. അതായത് പൊതുവെ നമ്മൾ എല്ലാ മാസവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കുറഞ്ഞത് ഒരു 500 രൂപ വെച്ച് SIP സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ SIP വഴി നമുക്ക് എന്താണ് ഒരു ഇൻവെസ്റ്റിംഗ് ശീലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നമുക്ക് ഇക്വിറ്റി ഫണ്ടിലേക്ക് SIP വഴി ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെ നമുക്കൊരു 50 ലക്ഷം ഉണ്ടാക്കാം എന്നുള്ള ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം ഒരു 30,000 രൂപ വെച്ച് സമ്പാദിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. സോ നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു 10 മുതൽ 20% സേവ് ചെയ്യാനെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. അതായത് എല്ലാ മാസവും ഒരു 3000 മുതൽ 6000 രൂപ. അപ്പോൾ നമ്മളിവിടെ എല്ലാ മാസവും 5000 രൂപ വെച്ച് സേവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 21 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് 50 ലക്ഷം എന്ന കോർപ്പസ് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ലക്ഷ്യം നേടാനായിട്ട് SIP തുടങ്ങിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അതിന് പകരം നമ്മൾ എന്താണ് പതുക്കെ എന്താണ് നമ്മൾ ഇക്വിറ്റി എക്സ്പോഷർ പണിതെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇക്വിറ്റി, ഡെറ്റ്, അതുപോലെ അതർ അസറ്റ്സ് നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യുക. ഒരു ടൈപ്പിലേക്ക് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക് ആണ്. ഇങ്ങനെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലാ വർഷവും പെർഫോമൻസ് അനുസരിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ റീബാലൻസ് ചെയ്യണം. അതായത് നിങ്ങളുടെ അസറ്റ് അലോക്കേഷൻ നിങ്ങളുടെ പ്ലാനും അനുസരിച്ച് ഒന്നിച്ച് പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അതായത് ഒരുപാട് ആളുകൾക്കൊക്കെ എന്താണ് വർഷം കഴിയും തോറും എന്താണ് സാലറി കൂടാറുണ്ട്, അതുപോലെ തന്നെ ബോണസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഇങ്ങനെ കൂടുമ്പോൾ ആളുകൾ പൊതുവെ എന്താണ് ചെയ്യാറുള്ളത്? ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യും അല്ലേ? അപ്പൊ നമ്മൾ നോർമലി അങ്ങനെ ചെയ്തു പോകും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ് വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. ഇനിയിപ്പം നിങ്ങൾ മന്ത്ലി SIP കൂട്ടാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇപ്പം നിലവിൽ നമ്മൾ മാസം 5000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഒരു 10% വെച്ച് നമ്മൾ കൂട്ടുകയാണെങ്കിൽ 16 വർഷം കൊണ്ട് നിങ്ങൾക്ക് 50 ലക്ഷം എന്ന രൂപയിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ വലിയ തുക ഇടേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ വരുമാനത്തിന്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കും. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ നമുക്കൊരു 50 ലക്ഷം കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ നോക്കി. അത് മാത്രമല്ല SIP ഓരോ വർഷം കൂട്ടുന്ന വഴി നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താം എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലായി ഇല്ലേ? അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് നമ്മൾ ചെയ്തത്. ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് നിങ്ങൾ കാണരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.